Hi Thesnim Flavors-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നെയ്പത്തലാണ്. നെയ്പത്തൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. പക്ഷെ അത് എന്താ പറയുക, എണ്ണയിൽ ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുമ്പോഴേ പുരിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയുള്ളത് കൂടി ആയതുകൊണ്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ പിന്നെ അരിപ്പൊടിയാണ്, അപ്പോൾ പൊട്ടിപ്പോവോ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവും. അപ്പം എൻ്റെ മക്കൾ 2 ഗേൾസ് ഉണ്ട്. അവർ സിയാന ഫിസ, ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ ദുബായിലുമാണ്. അപ്പോൾ അവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉണ്ടാക്കാൻ എനിക്ക് അവരുണ്ടാക്കുന്നത് കുറച്ച് പേടിയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് കൂടി ഞാനത് കുറച്ച് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സംശയമുള്ള ഈ പൊന്നിയരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഈ പൊന്നിയരി എന്താണെന്നുള്ളൊരു ഇതുണ്ടാവും. പൊന്നിയരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചോറുണ്ടാക്കാൻ എടുക്കുന്ന ഇതേപോലെയുള്ള വെളുത്ത കുറച്ച് നീണ്ടിട്ടുള്ള അരി, സാധാരണ പുഴുങ്ങലരി. ഇപ്പോൾ ഞാൻ ചോറുണ്ടാക്കുന്ന പറഞ്ഞാൽ മട്ടയാണ്. മട്ട കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ല ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ കുറച്ച് തിന്നായിട്ടുള്ള വെളുത്ത അരി, റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പുഴുങ്ങലരി ഇല്ലേ, അത് വെച്ചിട്ട് ചെയ്താൽ മതി. പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ ഒരു 5-6 മണിക്കൂർ പച്ചവെള്ളത്തിൽ കുതിർത്തി വെക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ കുഴച്ചിട്ട് പുട്ടുപൊടി ഇട്ടിട്ട് കുഴയ്ക്കുന്നുണ്ട്. പുട്ടുപൊടി ഇട്ട് കുഴച്ചിട്ട് കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് നല്ല കറക്റ്റ് ടെക്സ്ചറിലാവും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടിടുക. അപ്പം എന്നിട്ട് എണ്ണയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറിച്ചിടരുത്. അത് കുറച്ച് സമയം എടുക്കും പൊങ്ങി വരാൻ. കുറച്ച് തിക്കാണല്ലോ, അപ്പോൾ കുറച്ച് സമയം പൊങ്ങി വരാൻ എടുക്കും. എന്നിട്ട് പൊങ്ങി വന്ന ഉടനെ മറിച്ചിടരുത്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് മെല്ലെ ജസ്റ്റ് ഒന്ന്, കുട്ടികളായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ അവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് വേണം മറിച്ചിടാൻ. ഇനി അത് ഒറ്റയ്ക്ക് മറിച്ചിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ഹെൽപ്പും കൂടെ, ഒരു ചട്ടകോ ഒരു സ്പൂണും കൂടെ വെച്ചിട്ട് മെല്ലങ്ങ് മറിച്ചിട്ടാൽ മതി. അപ്പം എന്നിട്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം എടുക്കാൻ. ഫിസേഴ്സ് ചെയ്യാൻ മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്ന ചെറിയ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ അത്രയും ക്ലിയറായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് 1 കപ്പ് അരി ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ കുതിർത്തി വയ്ക്കുക. കാരണം പച്ചരി പോലെയല്ല, പുഴുങ്ങലരി കുറച്ചധികം സമയം എടുക്കും. ഞാൻ കുതിർത്തി വെച്ചതാണ്. ഇത് കഴുകിയതാണ്. ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. ഇതിലേക്ക് നന്നായി കുതിർന്നിട്ടുള്ള പുഴുങ്ങലരി, പൊന്നിയരിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. 1 കപ്പ് കുതിർത്തിയതാണ്. മിക്സി ജാറിലേക്ക് മാറ്റും. 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. കഴിഞ്ഞ ദിവസം തന്നെ ജീരകത്തിൻ്റെ എന്തോ റെസിപ്പി ചെയ്തപ്പോൾ ഏതാ ജീരകം എന്ന് ചോദിക്കണമായിരുന്നു. പെരിഞ്ജീരകം, വലിയ ജീരകം. ഒരു ചെറിയ സവാളയുടെ പകുതി മുറിച്ചെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഈ വെള്ളം ഒഴിക്കാം. ഈ വെള്ളം കുറച്ച് കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് അവസാനം അരച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എന്നാലും ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കുകയാണ്. കേട്ടോ, ഇതിനെക്കാട്ടിൽ ഒരു കുറച്ച് ഇതിൻ്റെ എല്ലാം ഒന്ന് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം വേണം. അപ്പോൾ ഇതാ ഒരു 1/4 കപ്പും കൂടെ ചേർക്കാം. ഇത്രയും വെള്ളം ചേർക്കണം, എന്നാലേ അരി നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. കാരണം പച്ചരി അല്ല, അത് പുഴുങ്ങലരിയല്ലേ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ദോശക്കൊക്കെ അരയ്ക്കുന്ന പോലെ മയത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അരി അരച്ചിട്ടുണ്ട്. കുറച്ചിങ്ങനെ തെതരിയായിട്ടാണ് അരച്ചിട്ടുള്ളത്. നമുക്കിതിങ്ങനെ ഒന്ന് കുഴച്ച് ശരിക്കും ഒരു പൂരി പോലെയൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലൂസാകുമ്പോൾ നമുക്ക് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പുട്ടുപൊടി ചേർക്കുകയാണ്. പുട്ടുപൊടിയുടെ അളവ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇട്ടിട്ട് കുഴച്ച് നോക്കാം. ഏകദേശം 1/2 കപ്പ് എന്തായാലും വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ മാവ് കണ്ട, നമ്മൾ പുട്ടുപൊടി ചേർക്കുമ്പോൾ പുട്ടുപൊടി കുറച്ച് തരിയുള്ളതാണല്ലോ. നമ്മൾ പുട്ടിന് കുഴയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് സമയം വെള്ളം ഒഴിച്ചിട്ട് വെക്കാറില്ലേ, അതേപോലെ ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. അബ്സോർബ് ചെയ്യും എക്സസ് ആയിട്ടുള്ള വെള്ളമല്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോൾ എടുത്തു. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ ബോളാണ്.
ചപ്പാത്തി മാവിൻ്റെ അതേ സൈസിലെടുക്കരുത്, കുറച്ചുകൂടെ വലുതെടുക്കുക. ഒരു ചെറിയ ബൗളിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഈ എണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്കിപ്പോൾ വാഴയില കിട്ടാനുള്ള മാർഗ്ഗമില്ല. വാഴയില കിട്ടാത്തവർ ഇങ്ങനെ തന്നെ ചെയ്യുക. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡ് വെച്ചിട്ടാണ് നമ്മൾ പരത്തുന്നത്. ഈ സൈഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ പരത്തും. അപ്പോൾ ഒരുപോലെ നമ്മൾ വിരൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിരലിൻ്റെ അടയാളം വരും, ഒരുപോലെ ആവില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് കുറച്ച് തിക്കായിട്ടാണ് നെയ്പത്തൽ ഉണ്ടാക്കുക, അല്ലാതെ തിന്നായിട്ടല്ല. കുറച്ച് കട്ടിയിൽ വേണം എപ്പോഴും നെയ്പത്തൽ ചെയ്യാൻ. ഇതിനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടു. ഇതിപ്പോൾ തന്നെ മറിച്ചിടരുത്, കുറച്ച് സമയം കൊടുക്കണം, എന്നിട്ട് മറിച്ചിടാൻ പാടുള്ളൂ. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് മറിച്ചിടാൻ പാടില്ല കേട്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ അടിഭാഗം ഒന്നും കൂടെ ആവാണ്ടാവും, എന്നിട്ടേ മറിച്ചിടാൻ പാടുള്ളൂ. ഒട്ടും ഒരു എണ്ണയൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് സമയം ഇങ്ങനെ വയ്ക്കുമ്പോഴേക്ക് ഇതിന് നല്ല ഇളകി വരും. ഇങ്ങനെ ചെയ്താൽ മതി. ഒരിക്കലും കൈ കൊണ്ട് ആദ്യം ഇടരുത്. ഒരു പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം കൈ കൊണ്ടിടാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ കൈയിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതുപോലെ ആയിക്കിട്ടു. വിരൽ കൊണ്ട് പ്രസ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഉടനെ മറിച്ചിടരുത്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. എന്നാൽ ഇത് പൂരി പോലെയല്ല. പൂരി വളരെ തിന്നായിരിക്കും, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ തിന്നായിരിക്കും. ഇത് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ മറിച്ചിടുമ്പോൾ മറ്റേ ഭാഗമായിട്ടുണ്ടാവില്ല, അപ്പോൾ പൊട്ടിപ്പോവും. എനിക്ക് ഇങ്ങനെ മറിച്ചിടാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടെ വെച്ചിട്ട് വേണം മറിച്ചിടാൻ. ഒരു സ്പൂണിൻ്റെ ഹെൽപ്പോട് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. വേണ്ട, എല്ലാം നല്ല നല്ല കട്ടിയുണ്ട്, എന്നാൽ കുറച്ച് ബബിളായിട്ട് വന്നിട്ടുണ്ട്. വേണ്ട, ഫുൾ കുക്കായിട്ടുണ്ട്, ഫുൾ ഹോളായിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കുന്നുമില്ല. കണ്ട, ഒട്ടും എണ്ണ കുടിക്കില്ല. കണ്ടല്ലോ, നല്ല പൊങ്ങി വരും, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം വെച്ചാലും അത് കേടൊന്നും ആവാനൊന്നും പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അരി അതിനനുസരിച്ച് എടുത്തിട്ട്, ഇതിപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ ഒരു 1.5 കപ്പ് അരിപ്പൊടിയും അരിയും കൂടെ ആയിട്ട് വരും. അപ്പോൾ അത്രയും വേണമെങ്കിൽ അതിൻ്റെ പകുതി എടുത്തിട്ട് എല്ലാം പകുതിയൊക്കെ എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഒരു കോരി എടുക്കുന്ന അതിൽ സ്ട്രെയിനറിൽ വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. അത് മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. പിന്നെ മറിച്ചിടാൻ കുറച്ച് സമയം കൊടുത്തിട്ട് വേണം മറിച്ചിടാൻ. എന്തായാലും ഇഷ്ടം. ഇതൊരു നല്ലൊരു സ്പൈസി കറിയുടെ കൂടെയാണ് കഴിക്കാൻ നല്ലത്. ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു കാശ്മീരി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. നല്ല റെസിപ്പിയാണ് അതും. എപ്പോഴും സ്പൈസി കറിയുടെ കൂടെ ആണ് ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത്. ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ക്ലാസ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്.
പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, കഴിഞ്ഞ ദിവസം ഒരു എഗ് മസാല എഗ് റോസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് ജീരകമാണ് ഉപയോഗിക്കുന്നത്, ജീര അല്ലെങ്കിൽ ജീരകം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഏത് റെസിപ്പി ആയിക്കോട്ടെ, അത് എൻ്റെ റെസിപ്പി എന്നല്ല, എവിടെയാണെങ്കിലും റെസിപ്പിയിൽ ജീര എന്ന് മാത്രം പറയുക ചെറിയ ജീരകത്തിനാണ്. മറ്റേ വേറെ ഏത് ജീരകത്തിനാണെങ്കിലും പെരുംജീരകം, സാജീരകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്തു പറയും, കരിഞ്ജീരകം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു പറയും. അപ്പോൾ ജീരകം ഇവിടെ ഏത് റെസിപ്പിയിൽ കണ്ടാലും നിങ്ങൾ ചെറിയ ജീരകമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ പെരുംജീരകമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരാൾ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓവൺ ചൂടാക്കുമ്പോൾ പലരും പറയുന്നു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവണിൽ ചെയ്യണമെന്ന്. അപ്പം മൈക്രോവേവിൽ അങ്ങനെ വരുന്നില്ല, 10 മിനിറ്റിന് മുമ്പ് ആവുകയാണെന്ന് പറയുന്നുണ്ട്. അതൊരു കംപ്ലൈൻ്റ് ആണോ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും കംപ്ലൈൻ്റ് അല്ല. മൈക്രോവേവിൽ അത് 10 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ടെമ്പറേച്ചർ സ്റ്റാർട്ട് മാത്രം കൊടുത്താൽ മതി, ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. ഞാൻ എൻ്റെ കുട്ടികൾക്ക് മാത്രമല്ല, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ, വീഡിയോ കാണുന്ന കുട്ടികളെല്ലാവർക്കും വേണ്ടിയിട്ടും ആണിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല റെസിപ്പിയാണ്. വേറെ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.